ഞാനാ തുമ്പിക്കുട്ടി. ഞാൻ വീണ്ടും വന്നു. ഹാപ്പി റിപ്പബ്ലിക് ഡേ. 1950 ജനുവരി 26. അന്നാ നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക് ആയത്. അതുകൊണ്ടാണ് എല്ലാ വർഷവും ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയി ആഘോഷിക്കുന്നത്. ആ ദിവസം ഞാനും ഗംഭീരമായി വിഷ് ചെയ്യാറുണ്ട്. അന്നത്തെ പ്രാധാന്യം എന്താന്ന് മനസ്സിലായത് ഈ അടുത്ത ടെൽ മീ വൈ എന്നൊരു മാഗസിൻ അല്ലേ, അതിൽ ഇതേ കുറിച്ചുണ്ടായിരുന്നു. അമ്മയാ വിസ്തരിച്ച് പറഞ്ഞു തന്നത്. അപ്പൊ എന്റെ മനസ്സിലേക്ക് വന്ന കുറെ കാര്യങ്ങൾ കൂട്ടുകാരോടും കൂടി പങ്കുവെക്കണമെന്ന് തോന്നി. 1947 ഓഗസ്റ്റ് 15-നാണല്ലോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അത് കഴിഞ്ഞ് ഏതാണ്ട് 2.5 വർഷം കഴിഞ്ഞാണ് നമുക്ക് സ്വന്തമായി ഭരണഘടന നിലവിൽ വന്നത്. ഭാരതീയ പൗരന്റെ അവകാശങ്ങളും കടമകളും നിയമങ്ങളും ഒക്കെ ഭരണഘടനയിലുണ്ട്. നമുക്ക് പ്രസിഡന്റും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ ഇല്ലേ, അവരൊക്കെ എന്ത് ചെയ്യണം എന്നതൊക്കെ അതിലുണ്ട്. അവിടെ ഇന്ത്യക്ക് 1ാം സ്ഥാനമാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയാണ് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. ഇതൊക്കെ കൂട്ടുകാർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ? ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, എന്തു ഭാഗ്യം ചെയ്തവരാ നമ്മളൊക്കെ. മഹത്തായ പാരമ്പര്യമുള്ള ഭാരതത്തിൽ, അതും സ്വതന്ത്ര ഭാരതത്തിൽ ജീവിക്കാൻ കഴിഞ്ഞില്ലേ? നമുക്ക് പഠിക്കാനും ഇഷ്ടമുള്ളിടത്ത് യാത്ര ചെയ്യാനും ഇഷ്ടമുള്ള ജോലി ചെയ്യുവാനും ഇഷ്ടമുള്ള ദൈവത്തിനെ വിശ്വസിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇതിനൊന്നും സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന ഒരു കാലം എത്ര ഭീകരായിരുന്നിരിക്കും അല്ലേ കൂട്ടുകാരെ? ഇന്ന് നമ്മൾ ഈ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഉണ്ടാവാൻ നിയമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. എല്ലാത്തിനും നിയമങ്ങളുണ്ട് അല്ലേ? വീട് വെക്കുമ്പോൾ, റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ തുടങ്ങിയ എല്ലാത്തിനും കുറെ നിയമങ്ങൾ എഴുതി വെച്ച് കൂട്ടുകാർ വിചാരിക്കുന്നുണ്ടാവും, എന്തിനാ ഇത്രയും നിയമങ്ങൾ? ഉദാഹരണത്തിന് റോഡ് നിയമങ്ങൾ ഏറ്റവും അത്യാവശ്യം പാലിക്കേണ്ടവയാണവ. ഒന്നാലോചിച്ച് നോക്കൂ. റോഡിന് ഇടതുവശം ചേർന്ന് വാഹനം ഓടിക്കണം, വലതുവശം ചേർന്ന് കാൽനടക്കാർ സഞ്ചരിക്കണം, ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ ഹെൽമെറ്റ് ഉപയോഗിക്കണം. ഇങ്ങനെ ഇന്നത്തെ സ്ഥിതി എന്താ? ഏറ്റവും കൂടുതൽ നിയമങ്ങൾ തെറ്റിക്കുന്നത് റോഡിലാണ്. ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോ എത്ര പ്രാവശ്യം ഹോണടിക്കാറ്? കുട്ടികളും മുതിർന്നവരും ഒക്കെ റോഡിന്റെ നടു കൂടിയാ നടക്കുക. എന്ത് കഷ്ടാന്നോ. നോക്കൂ കൂട്ടുകാരെ, റോഡ് ഉപയോഗിക്കുന്ന നമ്മളുടെ എല്ലാവരുടെയും സൗകര്യത്തിനല്ലേ ഈ നിയമങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അത് നമ്മൾ തന്നെ തെറ്റിച്ചാൽ ആർക്കാ ബുദ്ധിമുട്ട്? നമുക്ക് തന്നെ. പെട്ടെന്ന് മനസ്സിൽ വന്ന റോഡിന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. ഇങ്ങനെ ഓരോ കാര്യത്തിലും കാണാം നിയമലംഘനങ്ങൾ. നല്ല രസാട്ടോ ആളുകൾ പറയുന്നത് കേൾക്കാൻ. ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്. ട്രെയിന് പോകുമ്പോൾ ഗേറ്റ് അടച്ചിടുമല്ലോ. ആരൊക്കെയോ ഗേറ്റിന്റെ കമ്പികൾ പൊട്ടിച്ചിടും. അപ്പൊ ഗേറ്റ് അടച്ചാലും മെയിൻ കമ്പിന്റെ ഇടയിലെ കൂടെ 2 വീലറുകൾക്ക് നൂണ്ടു പോവാ. പലരും അതുവഴി നൂണ്ടു പോകും. മറ്റുള്ളവർ അതുവഴി പോയാലോ ഓടാൻ വിളിച്ചു പറയും, എത്ര ഇത്ര തിരക്ക്, ഇങ്ങനെ പോയ അപകടം, ട്രെയിൻ വന്ന് ഇരിക്കൂലേ? ചിരിയാ വരാറ്. സ്വയം ചെയ്യുമ്പോൾ അത് സൗകര്യത്തിന്, മറ്റുള്ളവർ ചെയ്താലോ അത് നിയമലംഘനം. എന്തൊരു ആറ്റിറ്റ്യൂഡ് ഇത് കൂട്ടുകാരെ. എനിക്ക് തോന്നുന്നു വളർന്നു വരുന്ന നമ്മളാണ് ഇതിലേക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടത്. നമുക്ക് സൗകര്യത്തോടെ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ, നമ്മുടെ അവകാശങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ ഈ നിയമങ്ങൾ നമ്മൾ സ്വമനസ്സോടെ പാലിക്കണം. ശരിയല്ലേ? നമ്മൾ സ്കൂളിൽ പ്രതിജ്ഞ ചൊല്ലാറില്ലേ, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഇന്ത്യ എന്റെ രാജ്യമാണ്. ഇനി മുതൽ അല്പം മാറ്റി പറഞ്ഞാലോ, ഇന്ത്യ ഈസ് അവർ കൺട്രി, ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. നമ്മുടേതാവുമ്പോൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും എന്റെ സൗകര്യം മാത്രം നോക്കൂലല്ലോ, നമ്മുടെ സൗകര്യം എന്ന് ചിന്തിച്ച് ചെയ്യല്ലോ. എന്റെ കുഞ്ഞു ചിന്തകൾ തോന്നിയ കാര്യാട്ടോ. എനിക്കുറപ്പുണ്ട് നമ്മൾ വളർന്നു വരുമ്പോൾ ഇന്ത്യയുടെ പ്രശസ്തിയും മനോളം ഉയരും. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ആയുർവേദത്തിന്റെ ഉത്ഭവസ്ഥാനം, വിവിധ മതങ്ങളുടെ ഉത്സവങ്ങളുടെ നാട്, പ്രകൃതിയുടെ വരദാനമായ പശ്ചിമഘട്ടവും ജൈവ വൈവിധ്യങ്ങളുമുള്ള നാട്, നളന്ദ തക്ഷശില സർവകലാശാലകളിൽ നിന്ന് തുടങ്ങിയ അറിവിന്റെ പാരമ്പര്യം, എല്ലാത്തിനും പുറമെ ലോകത്തിന്റെ നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാത്മജിയുടെ, നമ്മുടെ ബാപ്പുജിയുടെ നാട്. ഇങ്ങനെ ഭാരതത്തിന്റെ മഹത്വങ്ങൾ പറഞ്ഞാൽ തീരില്ല.
എല്ലാ നെഗറ്റീവുകളെയും നമുക്ക് മറക്കാം. ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് വളർന്നു വരുന്ന ഈ ജനറേഷന് ഒന്നിച്ച് സ്വപ്നം കാണാം. സാഹോദര്യവും സമത്വവുമുള്ള പച്ചപ്പിന്റെ സമൃദ്ധി കളിയാടുന്ന ഒരു വികസിത ഇന്ത്യ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന നമ്മുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം സാറ് പറഞ്ഞ പോലെ നമ്മുടെ സ്വപ്നങ്ങൾ ഉറക്കത്തിൽ മാത്രം കാണുന്നവയാകാതിരിക്കട്ടെ, അവ നമ്മുടെ ഉറക്കം കെടുത്തുന്നവയാവട്ടെ. ഡിയർ ഫ്രണ്ട്സ്, ഹാപ്പി റിപ്പബ്ലിക് ഡേ. വീണ്ടും കാണാം, വീണ്ടും കേൾക്കാം ചുംബിക്കാഴ്ചകളിലൂടെ.